ആമസോൺ പ്രൈമിലെ ഒരു പെഡസ്റ്റൽ ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പെട്ടി പൊളിച്ച് സെറ്റ് ചെയ്യാം. ഇങ്ങനെ പെട്ടി നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ആമസോണിൻ്റെ തന്നെ സ്ട്രിപ്പാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കമ്പനി ബോക്സ് വേറെ ഉണ്ട്. ആമസോൺ ഈ ഹാവൽസിൻ്റെ പെഡസ്റ്റൽ ഫാനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എക്സ് സൈസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബോക്സ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നല്ല ക്വാളിറ്റി ബോക്സൊക്കെ തന്നെയാണ് അവർ രണ്ടാമത് പാക്ക് ചെയ്തിരിക്കണതൊക്കെ. അപ്പോൾ അതഴിച്ച് അസംബിൾ ചെയ്യണത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ ചോദിച്ചിട്ട്. എല്ലാവർക്കും ഇപ്പോൾ ഇത് അസംബിൾ ചെയ്യാൻ അറിയാത്തവരുണ്ട്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അസംബിൾ ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അല്ലാണ്ട് അസംബിൾ ചെയ്യാൻ അറിയുന്ന ആളുകൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട. അറിയാത്ത എത്രയോ ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബില്ല് കിട്ടി. ബില്ല് 2499 റുപ്യാണ് ബില്ലിൻ്റെ റേറ്റ്. ബില്ലിൽ എഴുതിയിരിക്കണം. അത് തന്നെയാണ് അതിൻ്റെ വിലയും, 2500 രൂപ. ഷോപ്പിൽ 2950 രൂപയാണ് വില. ഷോപ്പിൽ നിന്ന് നമ്മൾ വില ചോദിച്ചിട്ട് റേറ്റ് കൂടുതലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആമസോണിൽ ഓർഡർ ചെയ്തത് കേട്ടോ. പാക്കിങ് നല്ല ക്വാളിറ്റി പാക്കിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗ്രില്ലും അത്യാവശ്യം നറുക്കായിട്ടുള്ളത് നല്ല സ്ട്രോങ് ഗ്രില്ലാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം ബേസ് ഉണ്ട്. അത് നല്ല വെയിറ്റ് ഉണ്ട്. അത്രയും വെയിറ്റ് വേണം. പെഡസ്റ്റൽ ഫാൻ ആകുമ്പോൾ നല്ല വെയിറ്റ് ഉള്ളത് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് നല്ല വെയിറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബേസ് തന്നെയാണ്. എല്ലാം പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് അതിൻ്റെ പുറമെ ഒരു തെർമോബോക്സിലൊക്കെ ആക്കിയിട്ടൊക്കെയാണ് പാക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത്. ആ ബ്ലാക്കാണ്. കാസ്റ്റേൺ അല്ല, എന്നാൽ കാസ്റ്റേൺ ആണെന്ന് തോന്നുന്ന ഒരു നല്ല വെയിറ്റ് ഉള്ളൊരു ക്വാളിറ്റി മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക്കും അല്ല. അത് സാധാരണഗതിയിൽ വരൽ ഒറ്റ ബോൾട്ട് അടിയിൽ നിന്നിട്ടിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ മറ്റ് കമ്പനികളുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ 4 സ്ക്രൂ അതിന് കൊടുത്തിട്ടുണ്ട് ബേസ്. ആ 4 സ്ക്രൂ അഴിച്ചിട്ട് അതിൽ ആ സ്റ്റമ്പ് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ കാണിച്ചിരിക്കുന്നത്. അതാണ് സ്പെയറുകൾ കംപ്ലീറ്റ് ടോട്ടൽ സ്പെയറാണിത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ബില്ലാണ് കാണുന്നത്. ബില്ലല്ല, ഗ്യാരണ്ടി പേപ്പർ അവർ ഒന്നും എഴുതാതെ ബ്ലാങ്ക് ആയിട്ടാണ് വിട്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ തന്നെ ആയിരിക്കും വരാമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാൻ ഒരു സ്ക്രൂ ഡ്രൈവർ ബോക്സിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത് ആദ്യമേ ഉണ്ടായിരുന്നതാണ്. അടുത്ത് നമുക്ക് അതിൻ്റെ സ്ക്രൂകളൊക്കെ അഴിച്ച് സ്റ്റമ്പൊക്കെ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സ്ക്രൂ അഴിക്കാൻ വേണ്ടി ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ നമ്മൾ സെറ്റാക്കി എടുത്തു. ഇതുപോലെ തന്നെ നമ്മളൊരു ഓർഡർ ഒരു ആമസോണിൽ നിന്ന് മേടിച്ച് തന്നെയാണ് കേട്ടോ. സ്ക്രൂകൾ കംപ്ലീറ്റ് അഴിച്ചെടുക്കണം. എന്നിട്ട് വേണം ആ സ്റ്റമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 സ്ക്രൂ ഉണ്ടാവും. നെറ്റ് അടിയിൽ കൺസീൽഡായിട്ട് വെച്ചിട്ടുണ്ട് അവർ. അത് അവിടെ തന്നെ ഇരിക്കണം. നെറ്റ് വീണ് പോയാൽ ബുദ്ധിമുട്ടാണ്. 4 സ്ക്രൂ അഴിച്ചെടുത്തിട്ട് സ്റ്റമ്പ് അതിൽ പിടിപ്പിച്ചിട്ട് 4 സ്ക്രൂ ടൈറ്റ് ചെയ്യണം. നമ്മൾ സ്ക്രൂ അഴിച്ച് മാറ്റി സ്റ്റമ്പ് എടുത്ത് വെച്ചിട്ട് അതേ 4 തുളയിലേക്ക് കറക്റ്റായിട്ട് നിർത്തിയിട്ട് 4 സ്ക്രൂയിലേക്ക് ഇടുക, ടൈറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പരിചയപ്പെടുത്തൽ വീഡിയോ ആണിത്. എങ്ങനെയാണ് ആമസോണിൽ നിന്ന് ഫാന് വാങ്ങിക്കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക. ഉണ്ടല്ലേ, ആ സ്റ്റമ്പുകൾ നല്ല സ്ട്രോങ് ആയി നല്ല ടൈറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് കംപ്ലീറ്റ് കേട്ടോ. ഇതതിൻ്റെ അകത്തൊരു സ്റ്റമ്പുണ്ട്. ആ സ്റ്റമ്പ് പുറത്തേക്ക് എടുക്കണം നമ്മൾ. എന്നാൽ മാത്രമാണ്
അതിന് ടോപ്പ് ഹെഡ് പിടിപ്പിക്കാൻ പറ്റുക. മോട്ടറും അതുപോലെ തന്നെ മോട്ടറിനോട് കിട്ടിയുള്ള സ്വിച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റീലിൻ്റെ സ്റ്റെമ്പ് ഉണ്ട്. ആ സ്റ്റീലിൻ്റെ സ്റ്റെമ്പ് പുറത്തേക്ക് എടുത്തിട്ട് ഈ ടൈറ്റ് നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെമ്പ് പിന്നെ താഴേക്ക് പോകില്ല. അതിലേക്ക് ഇനി ഒരു ഹാൻഡ് സ്ക്രൂ ഉണ്ട് അവിടെ. ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റീൽ റാഡും അതുപോലെ തന്നെ നമ്മളെ മോട്ടറും ആയിട്ട് കണക്റ്റഡായി. ഏത് ഊരിപ്പോക്കില്ല. ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് താഴത്തെ ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് താഴത്തെയും പൊക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ വെച്ച് ടൈറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ അവിടെ വന്നോളും. പിന്നെ ഇതിൻ്റെ ബാക്ക് ഗ്രില്ലാണ്. ബാക്ക് ഗ്രില്ല് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഇതുപോലെ തന്നെ ഒരു ഗാഡി കൊടുത്തിട്ടുണ്ട്. ആ ഗാഡിയിലാണ് അത് നിർത്തേണ്ടത്. ഇതിപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ലാണ്. ഫ്രണ്ട് ഗ്രില്ലിൻ്റെ മുകളിൽ ഒരു ഹാവൽസ് എന്ന് എഴുതിയ ഇതുണ്ട്. ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്. ആ പ്ലാസ്റ്റിക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചളി പിടിക്കും. അപ്പോൾ ആ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രൂ അഴിച്ചെന്നുള്ളൂ. ആ പ്ലാസ്റ്റിക് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് വൃത്തിയിലിരിക്കും. മറ്റേത് അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചളി പിടിക്കും. അതിനകത്ത് ആ ചളി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സെറ്റ് ചെയ്യണേ. അതൊരു 3 സ്ക്രൂവിലാണ് നിർത്തിയിരിക്കുന്നത്. സ്റ്റാർ സ്ക്രൂ തന്നെയാണ് അതും. അതവിടെ ടൈറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് സെറ്റിലായിക്കോളും. പിന്നെ നമുക്ക് വരുന്നതാണ് ബാക്ക് ഗ്രില്ല് സെറ്റിങ്. അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ബാക്ക് ഗ്രില്ല് സെറ്റ് ചെയ്യുമ്പോഴേ അതിന് ഒരു നെറ്റ് മോട്ടറിൽ കൊടുത്തിട്ടുണ്ട്. മോട്ടറിൻ്റെ ഫ്രണ്ടിൽ ഫേസിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നെറ്റ് അത് പ്ലാസ്റ്റിക് തന്നെയാണ്. അത് കൈകൊണ്ട് ഊരാൻ പറ്റും. കൈകൊണ്ട് ഊരിയിട്ട് ആ നെറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഗ്രില്ല് ഫസ്റ്റ് ഗ്രില്ല് വയ്ക്കുക. ബാക്ക് ഗ്രില്ല് ആ ബാക്ക് ഗ്രില്ലിന് ഒരു ഗാഡി പോലെ വെട്ടിയിട്ടുണ്ട് അവർ. അത് സ്ഥലത്ത് നിർത്തിയാൽ മാത്രമാണ് അത് കയറുള്ളൂ കറക്റ്റായിട്ട്. ഞങ്ങളെ കാണിച്ചത് ശരിക്കും സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് ശരിക്കും ക്ലോക്ക് വൈസിൽ ടൈറ്റാക്കി കണ്ടില്ല. ഒരു ഹാൻഡ് നെറ്റാണ്. അത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഹാൻഡ് നെറ്റാണ്. അത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 2 സൈഡിൽ 2 ഗ്യാപ്പിലാണ് ആ ഗ്രില്ല് ഇറങ്ങിയിരിക്കേണ്ടത്. എന്നിട്ട് വേണം അത് ടൈറ്റ് ചെയ്യാൻ. ഫാന് ലീഫ് എടുക്കുകയാണെങ്കിൽ ലീഫിൽ തന്നെ അത് സെൻറ്ററിലൊരു ക്രോസ് കട്ട് കൊടുത്തിട്ടുണ്ട് അവർ. ആ ഹോളിൻ്റെ തൊട്ട് സൈഡിലേക്കായിട്ട് 2 ക്രോസ് കട്ട്. ആ ക്രോസ് കട്ടിൽ അതുപോലെ തന്നെ ഷാഫ്റ്റിലൊരു ചെറിയൊരു കീ ഇട്ടിട്ടുണ്ട്. ആ ഷാഫ്റ്റിലെ കീയും ഇതും കൂടി സീറ്റായിരിക്കണം. പിന്നെ അങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. പിന്നെ ബാക്കിൽ റൊട്ടേറ്റ് ചെയ്യണ ഒരു ബട്ടണുണ്ട്. ആ റൊട്ടേറ്റ് ബട്ടണാണ് ഈ കാണുന്നത്. ഇതിലൊരു സ്ക്രൂ കൊടുക്കേണ്ടതുണ്ട്. ആ സ്ക്രൂ മുകളിൽ നിന്ന് ടൈറ്റായി കൊടുക്കുക. ഫാൻ റെഡിയായി. സൂപ്പർ ഫാനാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നല്ല ഫാനാണ്. നല്ല അത്യാവശ്യം കാറ്റിൻ്റെ ശബ്ദം വളരെ കുറവാണ്. 3 സ്പീഡാണുള്ളത്. 1 2